പ്രശാന്ത, ഇപ്പൊ ഈ ജയചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ സിനിമയിൽ അങ്ങനെ കുറച്ച് ഫണ്ണി ആയിട്ട് എന്തെങ്കിലും ഒരു തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ, ഞാൻ ഇപ്പൊ ഈ സിനിമയിലെ എക്സ്പീരിയൻസ് പുരുഷപ്രായത്തിനെക്കാളും ഞങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം വളരെ കൂടുതലായിട്ട് നടന്നൊരു സിനിമയാണ്. പുരുഷപ്രായത്തില് എല്ലാം വളരെ ഡിസൈൻഡും ആയിരുന്നു. പിന്നെ ജഗദീഷ് ചേട്ടന് ഡേറ്റ്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, കാപ്പ നടക്കുന്നുണ്ട്. അപ്പം ജഗദീഷ് ചേട്ടന്റെ പോർഷൻസ് ആദ്യം എടുത്ത് തീർത്തിട്ട് പോയിട്ട് പിന്നെ എൻ്റെ പോർഷൻസ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഇടയ്ക്ക് വന്ന് ചെയ്തു. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ കാര്യമായ ഡിസ്കഷൻസിനുള്ളൊരു സ്പേസ് അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇതിന് ഞങ്ങൾ ത്രൂ ഔട്ട്, ജഗദീഷ് ചേട്ടൻ എത്ര ദിവസം ഉണ്ട് അത്രയും ദിവസം ഞാനും ഉണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ജഗദീഷ് ചേട്ടൻ്റെ ഒരു രീതി ഞാൻ അന്ന് മനസ്സിലാക്കുന്നത്, ജഗദീഷ് ചേട്ടനോട് 6:30 റൂമിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ 6:29 ആള് കാറിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് 6:30 വണ്ടി വിട്ടോളൂ എന്ന് പറയുന്ന ലൈനാണ്. കറക്റ്റ് സമയത്തിൽ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ക്യാരവനൊക്കെ ഉണ്ടെങ്കിൽ ക്യാരവനിൽ കയറി സാധനങ്ങൾ വെച്ചിട്ട് നേരെ പോയി ഫഹദിനെ ഉത്സവനെയും കണ്ട് അന്നത്തെ സീൻസ് ഡിസ്കസ് ചെയ്ത്, ഞാൻ വരുമ്പോഴത്തേന് എന്നോട് 6:30 പറഞ്ഞെങ്കിൽ ഞാൻ വെച്ചിറങ്ങും. കാരണം ജഗദീഷ് ആദ്യം പോകുന്നുണ്ടല്ലോ, അവിടെ ഉള്ളവരൊക്കെ ജഗദീഷ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഞാൻ അപ്പം ഞാൻ വരുമ്പോഴത്തേന് ഒരു സീൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത്, അപ്പം അത് പറയുമ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളിൽ സംസാരങ്ങൾ പോകും. അത് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ആർഗ്യുമെന്റ്സിലേക്ക് പോകും. ചിലത് എനിക്ക് തീരെ പറ്റാതെ വരുന്നത് നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ വിടും. ചില സാധനങ്ങൾ ജഗദീഷ് ചേട്ടനും അങ്ങനെ പറയും, ശരി നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനേക്കാൾ എല്ലാവരും നമ്മൾക്ക്, ഞാൻ ജഗദീഷ് ചേട്ടൻ്റെ മുമ്പിൽ എൻ്റെ ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വള്ളിനിക്കറിട്ട് നടക്കുമ്പോൾ തൊട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു മനുഷ്യനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകും. അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ ചില റൂഡാണോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നും. അപ്പം ജഗദീഷ് ചേട്ടൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാല്, ഈ തർക്കം ഫോർ സിനിമയാണ്, അല്ലാതെ ഞാൻ നിന്റെ കുടുംബത്തിൽ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, നീ എന്റെ കുടുംബത്തിൽ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റ് നമ്മളുടെ ചേട്ടനെയാണ് കാണുന്നത്. സഹദേവൻ എന്നുള്ള ആളെ അല്ല ഞാൻ പറയാം, ജഗദീഷ് ചേട്ടൻ പറഞ്ഞാൽ എന്റെ ജയേഷനെ പോലെ. അപ്പൊ ഞാൻ ചില മോശത്തരം കാണിച്ചാലും വോട്ടർ എടുത്താ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഒരു ചേട്ടനെ പോലെ നെക്സ്റ്റ് പരിപാടിയായിട്ട് ചേട്ടൻ അങ്ങനെയാണ്. അപ്പം എനിക്ക് സിനിമയുടെ ഒരു രീതി മനസ്സിലാക്കി ഭയങ്കര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ആർഗ്യുമെന്റ്സും വഴക്കും ഒന്നും ഒരു ശത്രുതയ്ക്ക് വേണ്ടിയിട്ടോ ഒരു പേഴ്സണൽ ഗ്രഡ്ജിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ചേട്ടൻ അങ്ങനെ ടക്കെന്ന് പറഞ്ഞ് മാറുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തില് ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു പോയിന്റിൽ, ഇപ്പം ജഗദീഷ് ചേട്ടൻ പറഞ്ഞില്ലേ കൺവിൻസിംഗ് ആയിട്ടുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റില് ജഗദീഷ് ചേട്ടന്റെ ആർഗ്യുമെന്റിൽ കൺവിൻസിംഗ് ആയിട്ടുള്ള റിപ്ലൈ ഞാൻ കൊടുത്ത ജഗദീഷ് ചേട്ടൻ ഓക്കെ അത് കൺവിൻസിംഗ് ആണ്, വരും അടുത്ത ഷോട്ട് എടുക്കാം. അല്ലാതെ അതിന്റെ പേര് പിണക്കോ എന്ന് എന്റെ മൂഡ് പോയി, ഞാൻ ഇനി അഭിനയിക്കുന്നില്ല, അങ്ങനത്തെ പരിപാടി. അത് കറക്റ്റാ. ഈ പെട്ടെന്ന് എനിക്ക് അഡാപ്റ്റബിലിറ്റി എന്നുള്ളത് ദൈവം തന്നിട്ടുള്ള കഴിവാണ്. ടാലന്റിനപ്പുറം അഡാപ്റ്റബിലിറ്റി, ഏത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളത്. ഇപ്പൊ മീനാരാജ് സാറിന്റെയും പ്രശാന്തിന്റെയും എന്നൊക്കെ പറയുന്നത് പച്ചയായിട്ടുള്ള മനുഷ്യരാണ്. എനിക്ക് പച്ചയായിട്ടുള്ള മനുഷ്യരായിട്ട് ഇടപെടാൻ വളരെ എളുപ്പമാണ്. ഇവരുടെ ക്രോധമോ ഇവരുടെ ദേഷ്യമോ ഒക്കെ തന്നെ ഇവരുടെ സിൻസിയറിറ്റിയും ഇവരുടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നേച്ചറാണ്. അല്ലെങ്കിൽ ഇവിടെ ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒന്നും പറയില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. പ്രശാന്ത് എന്റെ അടുത്ത് ഒന്ന് പറയുകയും വേറെ അടുത്ത് നിന്ന് അത് എങ്ങനെ എന്തൊക്കെ പറയുന്നത് അങ്ങനെ പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ ഭയങ്കര വഴക്കാണെന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് തോന്നും. അത് കാരണം ഏത് കുടുംബത്തിലും ഇന്റിമസി ഉള്ള രണ്ട് ബ്രദേഴ്സിന്റെ വഴക്കാണെന്നുള്ള ഞങ്ങൾക്കറിയാം. അത് മീനാരാജ് സാറിന്റെ അടുത്ത് ആ ഇന്റിമസി ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ മാറി നിൽക്കുമ്പം എന്തോ ഈ കാണിക്കുന്നത് മീനാരാജ് സാർ പറയില്ല. അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ ഇല്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹാർമണി സിങ്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് അപരാധമൊന്നുമല്ല. അത് മനസ്സിൽ വെച്ച് വേറൊരു പകയായിട്ട് പെരുമാറുകയും വേറൊരു സ്ഥലത്ത് നിന്ന് അയാൾ വലിയ ശല്യമാണെന്ന് പറയും, അതിനല്ല. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പ്രായോഗികമായിട്ടുള്ള നമുക്കും മനസ്സിൽ അസൂയയോ അല്ലെങ്കിൽ കോപമോ ദേഷ്യമോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നുള്ള പെട്ടെന്ന് മനസ്സിലായി അതിനെ അഡാപ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതി. എനിക്ക് അസൂയ പെട്ടെന്ന് തോന്നും. ഞാനില്ലാത്ത ഒരു സിനിമ വിജയിക്കുമ്പോൾ എനിക്കൊരു അസൂയ വരും.
അതിൽ ഞാൻ ഇല്ലല്ലോ എന്നുള്ളതായിരിക്കും എന്റെ വിഷമം, അല്ലാതെ അത് വിജയിച്ചാലല്ല. അപ്പൊ അതിന്റെ ആ അസൂയ പെട്ടെന്ന് മാറണം. നിനക്ക് വേറെ കിട്ടിയിട്ടില്ലേ എന്ന് എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കുന്നത്. ഞാൻ തന്നെ ഈ MGR സിനിമകളിലൊക്കെ കുടിക്കുന്നതും കുടിക്കാത്തവനും ഒക്കെ മനസാക്ഷിയായിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നതല്ലേ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നിനക്ക് വേറെ കിട്ടില്ല, നീ ചുമ്മാ ഇങ്ങനെ കാണിക്കരുത്, തെറ്റാണെന്നുള്ള എന്റെ മനസാക്ഷി ദൈവത്തിന്റെ രൂപത്തിൽ എന്തെങ്കിലും വന്ന് എന്റെ അടുത്ത് സംസാരിക്കുന്നതിലൊക്കെ എനിക്ക് തോന്നും. അപ്പൊ ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് മോചനം കിട്ടും. അല്ലാതെ നമ്മുടെ ബാക്കി സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും ഒക്കെ ഉള്ള മനുഷ്യര്, പച്ചയായിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങൾ മൂന്നുപേരും. അത് ഞങ്ങളെ മൂന്നുപേരും റെപ്രസെന്റ് ചെയ്ത് തന്നെ ഞാൻ പറയാണ്. ഞങ്ങൾ അങ്ങനെയുള്ളവരാണ്. അതല്ലാതെ ഞങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ജെന്റിൽമാൻ. നോ, വി ആർ നോട്ട് പെർഫെക്റ്റ് ജെന്റിൽമാൻ. നമ്മൾ സാധാരണ മനുഷ്യരാണെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ തർക്കവും ബഹളവും ഉണ്ടെങ്കിൽ പോലും അവസാനം ആ സീനിനെ ഡിസ്കഷൻ ചെയ്ത് ഫൈനൽ തർക്കത്തിനൊക്കെ പലപ്പോഴും ഞാൻ ഒരു നിശബ്ദ സാക്ഷിയായിട്ടുണ്ട്. പക്ഷെ ഈ തർക്കമൊന്നും പ്രശാന്ത് പറഞ്ഞ പോലെ വ്യക്തിപരമല്ല. ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ മൊമെന്റ് എങ്ങനെ പറയുന്ന കേട്ടതൊന്നും ഭയങ്കര തർക്കമാണ്. ഇത് അങ്ങനൊന്നും ഇല്ല. വല്ലപ്പോഴും വളരെ സൗഹൃദവും ആ വിഷയത്തിന് വേണ്ടിയൊക്കെയാണ്.